ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മത്തി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വട്ടമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മത്തിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു 3-4 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം, കുറച്ച് കുരുമുളക്, അതുപോലെ ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഒരു 4-5 ഉണക്കക്കാന്താരി അല്ലെങ്കിൽ പച്ചക്കാന്താരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വെട്ടി ക്ലീനാക്കി വെച്ചേക്കുന്ന മത്തിയിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. രണ്ട് വശവും നമുക്ക് നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് മസാല പിടിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണേൽ ഫ്രിഡ്ജിൽ വെക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് വെക്കണം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനിലേക്കൊക്കെ അത്യാവശ്യം നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ മാത്രം മതി നമുക്കത് തയ്യാറാക്കി എടുക്കാം. കാരണം മീൻ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും പൊട്ടിപ്പോകും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ മസാലയൊക്കെ നല്ലതായിട്ട് മീനിലേക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെന്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും പൊട്ടിപ്പോകുമോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. മീൻ അത്യാവശ്യം നെയ്യുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ഒരു മസാലയിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കറിവേപ്പിലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.